ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ ഓരോരുത്തരും ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ ആർക്കും പ്രായമായവരും വേണ്ട, ആരും വേണ്ട, അവരൊറ്റയ്ക്ക് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടതാട്ടോ. അവിചാരിതമായിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നില്ല, എന്നാലും അവിചാരിതമായിട്ട് ഞാനത് കേട്ടപ്പോൾ അതെനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. കാര്യം ശരിയാണ്. അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാണ്, ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നമ്മളെന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കാര്യങ്ങൾ നോക്കി. അത് കഴിഞ്ഞ് മക്കളായി, മക്കളുടെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ വിചാരിച്ചു മക്കളെയൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞു, നമുക്കൊരു സന്തോഷം എന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭർത്താവ് ഒന്നിച്ച് യാത്ര പോകാനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു കുട്ടികളുടെ കാര്യങ്ങളെന്ന് വിചാരിച്ചു. പഠിപ്പ് കഴിഞ്ഞ് അവർക്ക് ജോലിയായി. ജോലി കഴിഞ്ഞപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു, അവർക്ക് മക്കളായി കഴിഞ്ഞിട്ട് വിചാരിച്ചു ശരി ഇനിയെങ്കിലും നമുക്ക് സ്വസ്ഥമാവാമെന്ന് വിചാരിച്ചു. പക്ഷെ സ്വസ്ഥതയല്ല, ഭാരം കൂടുക ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കേട്ടപ്പോൾ ശ്രദ്ധിച്ചതാണ്. ശരിയാണ്. എല്ലാവരും ചിന്തിക്കും പ്രായമാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, അല്ലെങ്കിൽ സ്വസ്ഥതയായിട്ട് ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും അങ്ങനെ സ്വസ്ഥത എന്ന കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല എന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെയും മക്കളുടെയൊക്കെ കാര്യങ്ങൾ നോക്കി, മക്കൾക്ക് പഠിപ്പ് കഴിഞ്ഞ് ജോലിയൊക്കെ ആയി അവരുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവരായി ജീവിച്ചോട്ടെ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പുറത്ത് പോവുക, അമ്പലങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ആവാമെന്ന് വിചാരിച്ചാലും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണത് കേട്ടോ. കാരണം ഇന്നത്തെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചിട്ടയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പോലുള്ളവരുടെ കേട്ടോ. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയില്ല. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരം വൈകി എഴുന്നേൽക്കണു, അല്ല അപ്പോൾ അവർ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, ഒന്നെങ്കിൽ പാലിൽ കലക്കിയിട്ട് കുടിക്കില്ലേ സാധനങ്ങൾ. അപ്പോൾ അവർ ടിഫിൻ എന്താ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നല്ല പോലെ നേരം വൈകി എഴുന്നേൽക്കും, ടിഫിൻ കഴിക്കുക, ഒന്നെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ ചോക്കോസ്, പിന്നെ എന്താ പാലിൽ കലക്കിയിട്ട് എന്തൊക്കെയാ മുസ്ലീസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കുക. അപ്പോൾ അവർക്ക് അതേ വേണ്ടുള്ളൂ. ചിലപ്പോൾ വൈകിട്ടും അത് തന്നെ കഴിക്കും. ഉച്ചയ്ക്ക് മാത്രം ചിലപ്പോൾ ചോറ് വേണ്ടത്, ഉച്ചയ്ക്ക് ചോറ് വെക്കേണ്ട മടിക്ക് എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും. ഇന്ന് മിക്ക കുടുംബങ്ങളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഓർഡർ കൊടുത്ത് കഴിക്കണോണ്ടും പൈസ പോണോണ്ടും ഉള്ള വിഷമമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണം അത്രമാത്രം നമുക്ക് എല്ലായ്പ്പോഴും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അത് ശരീരത്തിന് നല്ലതുമല്ല. എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ടൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പോലെയല്ലല്ലോ ദിവസം ദിവസം ഓർഡർ കൊടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ പണം പോകുന്നു അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ വിഷമമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്ക കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവർ പറയാണ് എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല കേട്ടോ, മിക്ക കുടുംബങ്ങളിലും ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടിക്ക് ഇപ്പോൾ കല്യാണം ആലോചിച്ചപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു അത്ര, പെണ്ണിന് ജോലി വേണ്ട, ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല എന്ന ഒരു പെൺകുട്ടീനെ മാത്രമേ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ജോലിക്ക് പോകാത്ത പെൺകുട്ടിയാണ്. ഇതൊക്കെ അങ്ങനെ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിൽ നമ്മൾ കുടുംബത്തെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കുട്ടികൾ മാത്രമേ കുടുംബത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിലും ജോലിക്ക് പോണ എത്ര പേരുണ്ട്. അപ്പം അത് പറഞ്ഞു, ജോലിക്ക് പോണ ഒരു കുട്ടി ആ കുട്ടിയുടെ വീട്ടിലത്തെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയുള്ള വീട്, പണ്ടത്തെ അതേ ചിട്ടകൾ കൊണ്ടുപോകുന്ന ഒരു വീടാണ് ആ വീട് കേട്ടോ. അതായത് മെൻസസ്സായ വേറെ ഇരിക്കുക, അതുപോലെ തന്നെ നമ്മൾ എല്ലാ തുണികളും ചവിട്ടികളും എല്ലാം കഴുകി വൃത്തിയാക്കിയിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീടാണ് ആ വീട് കേട്ടോ. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ടാണ് ആ കുട്ടി ജോലിക്ക് പോകുന്നത്. രണ്ട് കുട്ടികളുണ്ട്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശേഷം വീട്ടിലത്തെ പണികളും കുട്ടികളുടെ കാര്യങ്ങളും കുട്ടികളെ സ്കൂളിലേക്ക് ഒരുക്കി വിട്ടതിന് ശേഷം മാത്രമാണ് ആ കുട്ടി ജോലിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എത്രമാത്രം നേരത്തെ എഴുന്നേൽക്കും എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു വല്യമ്മ പറയുകയാണേ,
എൻ്റെ വീട്ടിൽ അവർ രാവിലെ നീട്ടിട്ട് അവരുടെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറും ഒരു ഉപ്പേരി ഉണ്ടാക്കി വെക്കും. ടിഫിൻ അടക്കം ഉണ്ടാക്കില്ല. അപ്പോൾ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ടിഫിൻ രാത്രിയിലേക്ക് ഉണ്ടാക്കുക. അതെന്തോ ആയിക്കോട്ടെ, അവർക്ക് പോകേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് ആ വല്യമ്മയ്ക്ക് ആരോഗ്യമില്ല അല്ല പറയാണ്, ഇങ്ങനെയാണ് സാഹചര്യം എന്ന് പറയുകയാണെ. അപ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടെ ആണെങ്കിലും അത് കൂടെ നമുക്ക് പോകാനായിട്ട്, അതായത് എല്ലാ സാഹചര്യത്തിലൂടെയും കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്നവരും ഉണ്ട്, ശ്രമിക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം അത് പറയാം. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് പറയുന്നത്, ഇപ്പം എല്ലാവർക്കും ഷുഗറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ആ ഷുഗറുള്ള വ്യക്തിക്ക് ഇപ്പോൾ ഇൻസുലിനോ അല്ലെങ്കിൽ മെഡിസിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ചിലപ്പോൾ ഷുഗർ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ അവർ കിടക്കുന്ന സമയത്ത് അവർക്ക് മിഠായിയോ പഴമോ എന്തെങ്കിലുമൊക്കെ അവർക്ക് വെച്ച് കൊടുക്കുക. അത് അവർ ഷുഗർ കുറഞ്ഞ എടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു അമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞപ്പോൾ ആരും അറിഞ്ഞില്ല. കാരണം അമ്മ വേറെ റൂമിൽ, മക്കൾ വേറെ റൂമിൽ, അങ്ങനെയായിട്ട് നോക്കിയോ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴാണ് അറിഞ്ഞത് അമ്മയ്ക്ക് സുഖമില്ലാതെ വായെന്ന് പതയൊക്കെ വന്നിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഷുഗർ കുറഞ്ഞതാണ്, നിങ്ങളിപ്പോൾ എത്തിച്ചത് നന്നായി, അതുകൊണ്ട് ജീവൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ഷുഗറൊക്കെ കുറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് രാത്രി വന്ന് നോക്കാം അല്ലേ. അപ്പം അത് പറയുമ്പോൾ അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്താ പറയണറിയോ, ഓരോരുത്തരും ഓരോ റൂമിൽ കിടക്കല്ലേ, പിന്നെ ഇപ്പം എങ്ങനെയാണ് വന്ന് നോക്കുകയെന്ന്. അപ്പം ഞാൻ പറയും, നോക്കണം എന്നുള്ളവർ വേറെ വേറെ റൂമിൽ കിടക്കുകയാണെങ്കിലും അങ്ങനെ നോക്കാനും അവരെ പരിചരിക്കാനും ശ്രമിക്കാനും അതൊക്കെ മനസ്സാണ് വേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ ജോലിയും അല്ലെങ്കിൽ ജോലി ഇല്ലായ്മ എന്നതിൽ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു മനസ്സാണ്, ഓരോരുത്തർക്കും ഓരോ മനസ്സാണല്ലോ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഞാൻ പറയുന്നു, നമ്മളൊക്കെ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ നോക്കുന്ന പോലെ നമുക്കൊന്നും അങ്ങനെ ആരും നോക്കാൻ ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകം പറയാം, കാരണം ഇന്നത്തെ തലമുറയുടെ മനോഗതി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, അവർ വളർത്തുന്ന മക്കൾക്ക് തന്നെ അവർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നല്ലാതെ സമ്പാദിക്കാൻ ഞങ്ങൾ ഒരുക്കല്ല. അവർ വേണമെങ്കിൽ സമ്പാദിച്ച് ജീവിച്ചോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സുഖം നോക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ കണക്കുകൂട്ടൽ. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് അവരവരുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഓരോ പെൺകുട്ടികളും ഓരോ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആ വീട്ടിലുള്ള എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കി ജീവിക്കും. ചിലപ്പോൾ ഓരോരുത്തർ വേറെ വീടൊക്കെ വെച്ച് പോയി ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ പ്രായമായവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എത്ര ചെയ്തു കൊടുത്താലും അവർക്ക് തൃപ്തി വരില്ല. അത് വേറെ കാര്യം. തൃപ്തിയോട് കൂടിയിട്ട് എന്ത് കിട്ടിയാലും സന്തോഷത്തോട് കൂടി കഴിയുന്നവരുണ്ട് കേട്ടോ, രണ്ടു തരത്തിലുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയണല്ലോ. അങ്ങനെ തൃപ്തി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ തൃപ്തി ആയാലും ആയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു, പണ്ടുള്ളവർ പറയും പുണ്യം കിട്ടും അല്ലെങ്കിൽ നമുക്ക് വയ്യാതെ ആകുമ്പോൾ കിട്ടുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല, നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ നന്മ അല്ലെങ്കിൽ നമ്മളൊരു ദൈവിക ചിന്തയോട് കൂടിയിട്ട് ജീവിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസാന്നിധ്യം അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു ക്ഷമയോട് കൂടി ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവും തരുന്നത് നമ്മൾ ചെയ്യുന്നതും. അതും എത്രയോ നല്ലതാണ്. പിന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യട്ടെ, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. ഇനിയുള്ള കാലഘട്ടമൊക്കെ നമുക്ക് അങ്ങനെ നോക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകണില്ല എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു വെച്ചിട്ട് വിവാഹം കഴിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കാലഘട്ടം. ഞാൻ പറഞ്ഞു വരികയാണത്. അപ്പം അങ്ങനെ ജോലിക്ക് പോവില്ല എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു വെച്ചിട്ട് കല്യാണം കഴിച്ചോട്ട് കാര്യമൊന്നുമില്ല. നോക്കാൻ താല്പര്യമുള്ളവർ തന്നെ നോക്കുള്ളൂ. അല്ലാത്തവർ എന്ത് ജോലിക്ക് പോയാലും നോക്കുന്ന ആൾക്കാരും ഉണ്ട്, ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നാലും നോക്കാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല അല്ലേ. നമുക്കൊരു വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ പറയും കൂലിപ്പണിക്ക് പോവുകയാണ് ഏറ്റവും ഭേദം, അല്ലാതെ ഒരു കുട്ടീനെ നോക്കുക പറഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടാന്ന് പറയും. ശരിയാ, നോക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പാട്. ഒരു നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ലല്ലോ, നമ്മൾ ആ കുട്ടി വളർന്ന് വലുതാവണ വരെ നമുക്ക് നോക്കേണ്ട ഒരു കടമ ഉണ്ടല്ലോ. അങ്ങനെ അപ്പം അത് ഇങ്ങനെ പറയുന്ന സമയത്ത് പറയാണ്, കാരണം ഇന്നൊക്കെ എല്ലാവർക്കും ഡിസ്ക് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എല്ല് തേയ്മാനം അതുപോലെ തന്നെ ശാരീരികമായ പല അസുഖങ്ങളും ഉള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ 40-45 വയസ്സാവുന്ന സ്ത്രീകൾക്ക് തന്നെ വയ്യാതെയാവുകയാണ്. അപ്പോൾ വീട്ടിലത്തെ പണികളും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും കുട്ടികളെ നോക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് വയ്യാതെയാവുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കുട്ടീനെ നോക്കുക പറഞ്ഞാൽ എളുപ്പമല്ല അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പറയാണ് അവിടുത്തെ ഒരു അമ്മൂമ്മ പറയണേ, അതെ
വായോണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഞാൻ ഒരു വാക്കും മിണ്ടില്ല. ഞാൻ നേരെ വിളിച്ചാൽ വീട്ടിൽ നിന്ന് പോയിട്ട് അപ്പുറത്ത് ഞങ്ങളുടെ ആൾക്കാരുടെ വീടുണ്ട്, അവിടെ പോയിട്ട് ഇരിക്കും. പിന്നെ ഊണ് കഴിക്കേണ്ട നേരത്തൊക്കെ ഞാൻ വരുള്ളൂ എന്ന്. അപ്പോൾ അതായത് മരുമകൾ വീട്ടിലത്തെ പണികളും കുട്ടീനെയും കൂടിയിട്ട് നോക്കിയിട്ടിരിക്കും. അപ്പോൾ ശരിയാണ്, നമ്മൾ പറയും അയ്യോ എനിക്ക് അങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ നമ്മൾ വായ കൊണ്ട് പറയുമ്പോൾ അതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. നമ്മളൊന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ വല്ലയിടത്തൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും വീട്ടിൽ ഭക്ഷണമായി ഉണ്ടാവും, കുട്ടീനെ നോക്കലും കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വീട്ടിൽ ഭക്ഷണം ഒരുക്കുന്നവരായിരിക്കണം കേട്ടോ. അല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡർ കൊടുക്കുക പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് ഓർഡർ കൊടുക്കാം, നമുക്ക് വാങ്ങിക്കാം, ഇന്നത്തെ ഭക്ഷണമല്ലേ അത് കുഴപ്പമില്ല ഓർഡർ കൊടുക്കാം എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലിരുന്നാലും ഇരുന്നില്ലെങ്കിലും ഈ ഓർഡർ കൊടുക്കുന്നേ. അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തെ പണികളും നമ്മൾ തന്നെ ചെയ്യും, കുട്ടികളെ നോക്കലും നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ പണം ലാഭം, അതായത് ഓർഡർ കൊടുക്കേണ്ട പണവും ലാഭം, കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പം അല്ല നമ്മൾ കുട്ടീനെ നോക്കണില്ല, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കണില്ല, അങ്ങനെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ തന്നെ കുറേ നാൾ പൈസ പോകുമ്പോൾ ചിലപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. എന്തോ ആവട്ടെ, ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണേ. എവിടെ ചെന്നാലും ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ. കാരണം ഒരു വീട്ടിലല്ല, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാനത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.